ലെവൽ സ്റ്റേജ് 2 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പ്രീഫിക്സ് സഫിക്സ്. പക്ഷേ ആ ഒരു ടോപ്പിക്ക് സിമ്പിളാണെങ്കിൽ ഈ ഒരു ചോദ്യം കുറച്ച് റേഞ്ചുള്ളൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം വന്നിട്ട് പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രീഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഓർഗനൈസ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ആദ്യം അറിയാമെന്ന് തോന്നും. എന്നിരുന്നാലും നമ്മൾ കീ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തെറ്റിപ്പോയതായിട്ട് പലർക്കും തോന്നിയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം ആവറേജ് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്ന മിസ്സും അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന നോൺ എന്നുള്ളതും തെറ്റാണെന്നുള്ളത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. മിസ് ഓർഗനൈസ് എന്ന് പറയുന്നൊരു വാക്കില്ല, അതുപോലെ തന്നെ നോൺ ഓർഗനൈസ് എന്ന് പറയുന്നൊരു വാക്കും ഇല്ല. പിന്നെ നമുക്ക് വരുന്ന അൺഓർഗനൈസും ഡിസ്ഓർഗനൈസുമാണ്. പൊതുവേ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഈ അൺഓർഗനൈസ് എന്ന് പറയുന്നത്. ഈ മിസ് എന്ന് പറയുന്നത് റോങ്ലി അല്ലെങ്കിൽ ബാഡ്ലി എന്നൊക്കെയാണ് ഇതിൽ അർത്ഥം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസ് എന്ന് പറയുന്ന സംഭവം വരത്തില്ല. അതുപോലെ തന്നെ നോൺ എന്നുള്ളത് നോട്ട് ആബ്സെൻസ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എന്നിരുന്നാലും ഇതും ഗ്രാമാറ്റിക്കലി തെറ്റാണ്. പിന്നെ നമുക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ളത് അണ്ണും ഡിസ്സുമാണ്. അതിൽ ഈ അൺഓർഗനൈസ് ആണ് മോസ്റ്റ്ലി എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം ഡിസ്ഓർഗനൈസ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഡിസ് എന്ന് പറഞ്ഞാൽ നോട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ്, ടു ഡു ദ ഓപ്പോസിറ്റ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ശരിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമാറ്റിക്കലി നമുക്ക് ഡിസ്ഓർഗനൈസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അൺഓർഗനൈസ് കറക്റ്റ് ആണെങ്കിൽ പോലും കൂടുതൽ ശരി ഡിസ്ഓർഗനൈസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം ഡിസ്ഓർഗനൈസ് ആയിരിക്കും. കൂടുതൽ പേര് അൺഓർഗനൈസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഡിസ്ഓർഗനൈസ് എന്നുള്ളതാണ് കറക്റ്റ് പ്രോപ്പർ ഫോം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് റേഞ്ച് കൂടിയ ചോദ്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഡിസ്ഓർഗനൈസ് ആണ്. എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. താങ്ക് യു.